ഈ കൂട്ടുകാരെ വെള്ളം പറ്റിക്കിടന്ന പുരടങ്ങളായിരുന്നു, വയലായിരുന്നു. ഇപ്പോൾ വയലായിട്ടുണ്ടെന്ന് ഇതേ ഉള്ളൂ, ബാക്കിയെല്ലാം റബ്ബറായിപ്പോയി. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ എൻ്റെ നാട്ടിലൂടെ ഒരു കറക്കം കറങ്ങി ജംഗ്ഷനിലൊക്കെ ഒന്ന് പോയിട്ട് വന്നപ്പോഴാണ് ഇപ്പോഴത്തെ മഴയത്ത് കയറുന്ന ഇത് ബ്രാല് കിടപ്പുണ്ട്. അങ്ങനെ പൊട്ടം ബ്രാലെന്നറിയപ്പെടുന്ന കറുപ്പ് വെള്ള, അങ്ങനെ ബ്രാലിനെ കണ്ട് ഈ കുഴി കിടക്കുക. വലിയ കുഴിയൊന്നുമില്ല, എന്നാൽ ശരി അവരെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വെച്ച് ഞാൻ ഇങ്ങനെ ഇവിടെ നിന്നതാണ്. ഇന്നിപ്പോൾ അവന്മാർ ഇടയ്ക്കൊന്ന് വന്ന് പൊങ്ങി. നല്ല കറുപ്പും വെളുപ്പും നല്ല സുന്ദരക്കുട്ടൻ. ഇപ്പോഴത്തെ മഴയ്ക്ക് വന്നതാണ്. എന്നാൽ പിന്നെ ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് കുറച്ച് നേരം ഇവിടെ നിൽക്കാം എന്ന് വെച്ചു. മീനെയൊക്കെ ഒന്ന് കാണാം എന്ന് വെച്ച് നിന്നു. പുറത്തൊക്കെ കുഴിയും കാര്യങ്ങളൊന്നുമില്ല, നല്ല സൈറ്റാണ്. വേണ്ട, ഇതൊക്കെ നമ്മളെ ഏരിയകളാണ്. ആ കാണുന്ന വീടുകൾ അതിൻ്റെ കുറച്ച് ബാക്കിൽ മാറിയാണ് എസ്.കെയുടെ വീട്. ഈ കാണുന്നതെല്ലാം എസ്.കെയുടെ നാടാണ്. റബ്ബർ ഇതെല്ലാം ഭയങ്കര ഏലയായിരുന്നു. ഏല അറിയപ്പെടുന്ന പറഞ്ഞാൽ വേലൻ്റെ അയ്യം ഏല എന്നാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ആ വെള്ളത്തിൽ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ കുഴിയിനകത്ത്. കണ്ടാ, ഈ കുഴിയേ ഉള്ളത്. വെള്ളം ഇങ്ങനെ കിടക്കുന്ന കഴിഞ്ഞാൽ കുഴിയൊന്നുമില്ല. നല്ല ഉറപ്പുമാണ്. മണലൊക്കെ ഉള്ളൊരു പുരടങ്ങളായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിലൂടെ വെള്ളക്കെട്ട് മഴക്കാലത്തിൻ്റെ ഇതൊക്കെയാണ്. ഇവിടെ കുഴപ്പമില്ല, നമുക്ക് ഇത്ര മഴയും കാര്യങ്ങളായാലും നമുക്ക് പ്രശ്നങ്ങളില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വെള്ളം അങ്ങനെ തങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളില്ല, അത്ര വലിയ മഴയായാലും. എന്നിട്ട് മഴ കൊണ്ട് നമുക്ക് ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുത്തിയൊന്നുമില്ല. പിന്നെ എൻ്റെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന എല്ലാവരുടെയും സ്നേഹത്തോടെ നിങ്ങളെ എസ്.കെ. പവനായി. നന്മ ഉണ്ടാവട്ടെ എല്ലാവർക്കും. ഓക്കെ.